തൃശൂരിൽ ടി.എൻ. പ്രതാപനെ ഒഴിവാക്കി കെ. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധവുമായി ധീവരസഭ. തൃപ്രയാറിൽ ധീവരസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ധീവര സമൂഹത്തെ അവഗണിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്നും അവഗണന ഇനിയും വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്നും ധീവരസഭാ നേതാവ് പി. വി. ജനാർദ്ദനൻ പറഞ്ഞു. സമുദായത്തിന് വേണ്ടി ഒരു സീറ്റ് നൽകി. നമ്മളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ആ സീറ്റ് സ്വീകരിച്ചു. അതിനുവേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സമുദായത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും ഉണ്ടായി. എന്നാൽ ഇന്ന് അത് തന്നിട്ടുള്ള ഭരണകൂടങ്ങൾ, അത് തന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു, മറ്റ് സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ സമുദായത്തെ ബലിയാടാക്കാൻ പോകുന്നു. ഇത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ പാർലമെന്റിലായാലും നിയമസഭയിലായാലും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയില്ലെങ്കിൽ നമുക്കറിയാം ഈ രാജ്യത്ത് നടക്കുന്നത് അധികാരമുള്ളവൻ അവൻ്റെ കൈയിട്ട് വാരി അവൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ കേരളത്തിലെ 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ധീവര സമൂഹത്തിന് ഒരു പ്രതിനിധിയില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാർ ചെയ്ത ഏറ്റവും കൊടും വഞ്ചനയാണ് ഈ സമൂഹത്തോട്. ഇത് വെച്ച് പറയിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ സമൂഹത്തിന്റെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ആരാണ് ഇതിനു മുൻപ് ശബ്ദമുയർത്തിയിട്ടുള്ളത്? അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. തിയോഫിൻ കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട്. തിയോഫിൻ, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതു മുതൽ ഇങ്ങോട്ട് വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ കോൺഗ്രസിൽ തന്നെയുണ്ട്. വടകരയിലും തൃശ്ശൂരിലും അടക്കം സ്ഥാനാർത്ഥികൾക്ക് തന്നെ വിയോജിപ്പുണ്ടാകുന്ന ഘട്ടവും തുടക്കത്തിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ പരസ്യ പ്രതിഷേധം നടക്കുകയാണ്. തീർച്ചയായും കാവ്യ, ശക്തമായ പ്രതിഷേധം ധീവരസഭയുടെ ഭാഗത്തു നിന്നുണ്ട്. ധീവരസഭാംഗമായ ടി.എൻ. പ്രതാപൻ ധീവരസഭയുടെ ഒരു പ്രതിനിധി തന്നെയായിരുന്നു രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൽ. അത്തരത്തിലൊരു ഒരു പ്രതിനിധി, ഒരു പ്രാതിനിധ്യം ധീവരസഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നത് ഈ സംഘടനയ്ക്ക് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ വീണ്ടും ലോക്സഭാ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി ടി.എൻ. പ്രതാപൻ എത്തുന്നു എന്നതിൽ അവർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് അവർ നടത്തിയിരുന്നു. ടി.എൻ. പ്രതാപന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നു. തന്നെയുമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ടി.എൻ. പ്രതാപന് വേണ്ടി പോസ്റ്റർ പ്രചരണവും ചുവരെഴുത്തുകളും എല്ലാം സജീവമായിരുന്നു. മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോഴാണ് ഇതിന് മാറ്റം വന്നത്. അതിന് മുൻപ് വരെ, തലേ ദിവസം വരെ, നോക്കൂ, 2 ദിവസം മുൻപ് വരെ ടി.എൻ. പ്രതാപനാണ് സ്ഥാനാർത്ഥി എന്ന് കരുതിയിരുന്ന ധീവരസഭയ്ക്ക് ടി.എൻ. പ്രതാപനെ ഒഴിവാക്കിയതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അവരുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ സംഘടനയ്ക്ക്, തങ്ങളുടെ വിഭാഗത്തിന്, ഈ ഒരു വിഭാഗത്തിന് ഉള്ള പ്രതിനിധിയായ ടി.എൻ. പ്രതാപൻ, അദ്ദേഹത്തെ നിഷ്കരണം ഒഴിവാക്കി എന്നതാണ് അവരുടെ പ്രതിഷേധത്തിന് കാരണം. നോക്കൂ, തൃശ്ശൂരിൽ മാത്രമാണ് സിറ്റിംഗ് എം പിയെ ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലെയും സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ സൗകര്യത്തിന് വേണ്ടി, അവരുടെ ചില സാമുദായിക സമവാക്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി ടി.എൻ. പ്രതാപനെ മാത്രം ഒഴിവാക്കിയിരിക്കുന്നു. അതിലാണ് ഇവർക്ക് ശക്തമായ പ്രതിഷേധമുള്ളത്. ഈ പ്രതിഷേധിക്കുന്ന ധീവരസഭാ അംഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമുണ്ട്, നിരവധി കോൺഗ്രസ്സുകാരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രാഷ്ട്രീയമായ ആക്രമണം അവർ പ്രത്യക്ഷമായി പറയുന്നില്ലെങ്കിൽ കൂടി തങ്ങളുടെ സമുദായത്തോട് കാണിക്കുന്ന അവഗണനയിൽ ശക്തമായ പ്രതിഷേധം അവർ ഉന്നയിക്കുന്നുണ്ട്. ആ പ്രതിഷേധമാണ് ഇന്നലെ സന്ധ്യയോടുകൂടി ഉണ്ടായത്. ഇതിൽ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചു. തങ്ങളുടെ സമുദായത്തെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അതിൻ്റെ അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി, ശക്തമായ തിരിച്ചടി ഉണ്ടാകും നേതാക്കൾക്ക്. ഈ ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും ധീവരസഭയിൽ ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ധീവരസഭയാണ്. ഈ ധീവരസഭയെ നിഷേധിക്കാൻ അല്ലെങ്കിൽ നിഷ്കരണം തള്ളിയാൽ, അവഗണിച്ചാൽ, ഈ അവഗണന ഇനിയും തുടരുകയാണെങ്കിൽ, നിരവധി അവഗണന തങ്ങൾക്കുണ്ടായിട്ടുണ്ട്, അവഗണന ഇനിയും തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. എന്തായാലും ഇതിൽ ശക്തമായി പ്രതികരിക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് ധീവരസഭ നൽകുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ തീരമേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കിടയിലും ശക്തമായ പ്രതിഷേധമുണ്ട് പ്രതാപനെ മാറ്റിയതിൽ. ഇവർക്ക് വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ്, ഒരു നേതാവാണ് ടി.എൻ. പ്രതാപൻ. രാഷ്ട്രീയത്തിനപ്പുറം ഒരു പക്ഷേ ഈ തീരമേഖലയിലെ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്നൊരു നേതാവെന്ന നിലയിൽ കൂടി ഈ ജനങ്ങളെല്ലാം ടി.എൻ. പ്രതാപനെ കണ്ടിരുന്നു.
അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ടി എൻ പ്രതാപനെ നിഷ്കരുണം ഒഴിവാക്കിക്കൊണ്ട് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിട്ടുള്ളത്. കാവ്യ, ശരി, തിയോഫനാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.